എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 4-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കെട്ടിട നിർമ്മാണ ഫീസ് ഗണ്യമായി കൂട്ടിയത് സർക്കാർ 50% കുറച്ചിട്ടും അധിക തുക തിരിച്ചു നൽകാത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്ന് മന്ത്രി രാജേഷ് നിയമസഭയെ അറിയിച്ചു. അധികമായി ഈടാക്കിയ പെർമിറ്റ് ഫീസ് കൈവശം വെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമില്ല. ഫീസ് തിരികെ കിട്ടാൻ അപേക്ഷിക്കാനുള്ള സമയപരിധി ഫെബ്രുവരി 15 വരെ നീട്ടിയിട്ടുണ്ട്. ഈ മാസം 28-നകം തുക തിരിച്ചു നൽകണമെന്ന് സെക്രട്ടറിമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനകം തുക തിരികെ നൽകാത്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരുടെ വിവരം സർക്കാരിന് കൈമാറാൻ പ്രിൻസിപ്പൽ ഡയറക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും കെ ബാബുവിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി രാജേഷ് പറഞ്ഞു. വീണ്ടും ഒരു ദേശീയ പണിമുടക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 12-ന് നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിൽ സമ്പൂർണ്ണമാകാനാണ് സാധ്യത. സംസ്ഥാനത്തെ എല്ലാ തൊഴിൽ മേഖലകളിലും സമരം പൂർണ്ണമാകും. തൊഴിലുടമകൾക്കെല്ലാം പണിമുടക്ക് നോട്ടീസ് നൽകി. പത്രമാധ്യമ ജീവനക്കാർ പണിമുടക്കിൽ അണിനിരക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, ശ്രം ശക്തി നീതി ബിൽ അടക്കമുള്ള ജനവിരുദ്ധ ബില്ലുകൾ പിൻവലിക്കുക, ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപ തീരുമാനം പിൻവലിക്കുക, നിശ്ചിത കാല തൊഴിൽ മാറ്റി ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പണിമുടക്കിന്റെ ഭാഗമായുള്ള ജില്ലാ കൺവെൻഷനുകൾ ശനിയാഴ്ച പൂർത്തിയാകും. പ്രാദേശിക കൺവെൻഷനുകൾ ഫെബ്രുവരി 5-നകം പൂർത്തിയാക്കും. 12-ന് പണിമുടക്കിന് ശേഷം തൊഴിലാളികൾ ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധിക്കും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ജാഥകൾ പണിമുടക്ക് ദിവസം മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്ത് 10 കേന്ദ്ര തൊഴിലാളി സംഘടനകളും ദേശീയ ഫെഡറേഷനുകളും ബാങ്ക്, ഇൻഷുറൻസ്, പ്രതിരോധ രംഗത്തെ ജീവനക്കാരും കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ചേർന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ് പണിമുടക്ക്. കർഷക, മഹിള, യുവജന, വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. കേരളത്തിൽ കശുവണ്ടി, കയർ, കൈത്തറി, മത്സ്യത്തൊഴിലാളികളും വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളും കടകമ്പോളങ്ങളും പണിമുടക്കും എന്നാണ് വിവരം. തുറമുഖങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യവസായങ്ങൾ, കയറ്റിറക്ക് തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, സ്കീം വർക്കർമാർ, ലോട്ടറി തൊഴിൽ ഉറപ്പ്, ടെലികോം, വൈദ്യുതി, മോട്ടോർ വാഹനം, ഓൺലൈൻ വ്യാപാരം, IT മേഖല തുടങ്ങി എല്ലാ മേഖലകളിലെ തൊഴിലാളികളും 24 മണിക്കൂറിൽ പങ്കെടുക്കും എന്നുള്ളതാണ് വിവരം. അപ്പോൾ 12-ാം തീയതി, അതായത് 11-ാം തീയതി രാത്രി അർദ്ധരാത്രി മുതൽ 12-ാം തീയതി അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. 24 മണിക്കൂർ പണിമുടക്കാണ്. അത് പൂർണ്ണമായിരിക്കും കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ദുബായ് മലയാളികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. വിഷാംശം ഉണ്ടെന്ന് എന്ന ആശങ്കയെ തുടർന്ന് UAE മറ്റൊരു പാൽപ്പൊടി ഉൽപ്പന്നം കൂടി പിൻവലിച്ചു. കുട്ടികൾക്കായി അപ്നാമിൽ അഡ്വാൻസ് 1 POF എന്ന പാൽപ്പൊടിയുടെ ചില ബാച്ചുകളാണ് വിപണിയിൽ നിന്നും പിൻവലിച്ചത് എന്ന് UAE മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 2026 നവംബർ 8 വരെ കാലാവധി തീരുന്ന ബാച്ചുകളിലാണ് സെറുലൈഡ് എന്ന വിഷം വസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. പിൻവലിച്ച ഉൽപ്പന്നങ്ങൾ വിതരണക്കാരുടെ വെയർ ഹൗസിലേക്ക് മാറ്റിയതായും ഓൺലൈൻ സ്റ്റോറുകൾ ഉൾപ്പെടെ എല്ലാ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും ശേഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടി തുടരുന്നതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. പലരും ഇത് നാട്ടിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. വിഷാംശം ഉണ്ട്, കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുണ്ട് എങ്കിൽ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മുമ്പ് വിഷാംശം സൃഷ്ടിക്കുന്ന ബാക്ടീരിയ ആശങ്കയെ തുടർന്ന് നെസിലെ പല ഉൽപ്പന്നങ്ങളും പിൻവലിച്ചിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വിദ്യാർത്ഥികൾക്കായുള്ള നിർബന്ധിത ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആധാർ പ്രവർത്തന രഹിതമാകുന്നത് ഒഴിവാക്കാനും ഉപരിപഠനത്തിനുള്ള എൻട്രൻസ് പരീക്ഷകൾക്ക് തടസ്സമില്ലാതെ അപേക്ഷിക്കാനും അപ്ഡേഷൻ അനിവാര്യമാണ്. പ്രായപരിധി 5 മുതൽ 7 വരെയും അതുപോലെ തന്നെ 15 മുതൽ 17 വരെയുമാണ്. ഈ സമയത്തിനുള്ളിൽ 2 പ്രാവശ്യം കുട്ടികളുടെ ആധാർ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കേണ്ടതുണ്ട്. ഈ പ്രായപരിധിയിലുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടത്തുന്ന നിർബന്ധിത അപ്ഡേഷൻ തീർച്ചും സൗജന്യമായിട്ട് ചെയ്യാവുന്നതാണ്. ഓരോ ജില്ലകളിലും 10,000-കണക്കിന് കുട്ടികളാണ് ഈ സമയം കഴിഞ്ഞിട്ടും ആധാർ അപ്ഡേഷൻ ചെയ്യാൻ ബാക്കിയുള്ളത്. ഇടുക്കി ജില്ലയിൽ മാത്രം
30,000-ഓളം കുട്ടികൾ ഇനിയും അപ്ഡേഷൻ പൂർത്തിയാക്കാനുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ വിവരം അതാത് സ്കൂൾ അധികൃതരെ അറിയിക്കണം. അധ്യാപകർ ഈ വിവരം പോർട്ടലിൽ റീവാലിഡേറ്റ് ചെയ്യുന്നതോടെ മാത്രമേ നടപടികൾ പൂർത്തിയാവുകയുള്ളൂ. അപ്ഡേഷൻ വൈകുന്നത് എൻട്രൻസ് പരീക്ഷയ്ക്കും മറ്റ് സ്കോളർഷിപ്പുകൾക്കും തടസ്സം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതിനാൽ എത്രയും വേഗം അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി വിദ്യാർത്ഥികളുടെ ആധാർ പുതുക്കണം എന്നുള്ളതും ബയോമെട്രിക് അപ്ഡേഷൻ നടത്തണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡുവിലെ 3ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. മിക്കവാറും ഈ മാസം തന്നെ തുക വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തുക വിതരണത്തിന് മുന്നോടിയായി വെബ്സൈറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. കൂടുതൽ ആളുകൾക്ക് തുക ലഭ്യമാകുന്ന തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ വെബ്സൈറ്റിൽ ഒരുങ്ങിയിട്ടുണ്ട്. PM കിസാൻ വെബ്സൈറ്റിൽ eKYC താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു എങ്കിലും ഇതിപ്പോൾ സജീവമായിട്ടുണ്ട്. PM കിസാൻ വെബ്സൈറ്റിൽ 5 പുതിയ ഓപ്ഷനുകളാണ് വന്നിട്ടുള്ളത്. ഇത് പ്രധാനമായും ശ്രദ്ധിക്കുകയാണ് എങ്കിൽ പല കർഷകർക്കും തുക തടസ്സപ്പെട്ടിട്ടുള്ളത് വിവിധ കാരണങ്ങൾ കൊണ്ടാണ്. അതുകൾ കൊണ്ടോ അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ കൊണ്ടോ ആണ്. അത് വിട്ടുപോയിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പുതിയ ഒരു ഓപ്ഷൻ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേഷനാണ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ആകും എന്നുള്ളത്. നമ്മൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ പഴയതാണ് എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ മൊബൈൽ നമ്പർ മാറ്റേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ആ നമ്പർ ഇനി PM കിസാൻ വെബ്സൈറ്റിൽ നിന്നും പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ റീഫണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കോണ്ടാക്റ്റ് പോയിന്റ് പരിശോധിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വമേധയാ ഉള്ള കീഴടങ്ങലും പിൻവലിക്കലും, അതായത് നിലവിൽ PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർക്ക് അത് സ്വമേധയാ തിരിച്ചേൽപ്പിക്കാനുള്ള അവസരം ഉണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തിയിട്ട് വെബ്സൈറ്റിൽ കുറച്ച് കാര്യമായ രീതിയിൽ അത് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ PM കിസാൻ സമ്മാൻ നിധി തുക വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ PM കിസാൻ സമ്മാൻ നിധി വാങ്ങാൻ അർഹതയില്ല അല്ലെങ്കിൽ ഈ തുക വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് സറണ്ടർ ചെയ്യാൻ, അത് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അത് മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടി ലളിതമാക്കിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആദായ നികുതി അടയ്ക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ PM കിസാൻ സമ്മാൻ നിധി തുക വാങ്ങാൻ കഴിയില്ല. വാങ്ങിയാൽ പിന്നീട് ഇതുവരെ വാങ്ങിയിട്ടുള്ള 1 മുതൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള എല്ലാ തുകയും തിരിച്ചടയ്ക്കേണ്ട അവസ്ഥയുണ്ടാകും. അതിനുള്ള നോട്ടീസ് കിട്ടും. അതിന് പകരം ഇങ്ങനെ സ്വമേധയാ കീഴടങ്ങുകയാണ് അല്ലെങ്കിൽ ഒഴിവാക്കുകയാണ് എങ്കിൽ നമുക്ക് ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല. ഇനി അങ്ങോട്ട് ലഭിക്കുകയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്, കീഴടങ്ങൽ റദ്ദാക്കൽ നില പരിശോധിക്കാനുള്ള ഓപ്ഷൻ കൂടി പുതുതായി വന്നിട്ടുണ്ട്. പല കർഷകർക്കും 21ാമത്തെ ഗഡു മുടങ്ങിയിരുന്നു. അങ്ങനെയുള്ളവർ eKYC പൂർത്തീകരിക്കേണ്ടതാണ്. ബയോമെട്രിക് അല്ലെങ്കിൽ ഐറിസ് സ്കാൻ ഉപയോഗിച്ച് eKYC പൂർത്തീകരിക്കുക. മൊബൈൽ നമ്പർ മാറ്റേണ്ടവരാണ് എങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വിട്ടുപോയിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകൾക്കും അടുത്ത ഗഡു ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ്. 22ാമത്തെ ഗഡുവിൻ്റെ വിതരണത്തിന് ഇനി ശേഷിക്കുന്നത് ഈ മാസത്തെ ബാക്കിയുള്ള ദിവസങ്ങൾ. ഇനിയിപ്പോൾ 3-ാം തീയതി കഴിഞ്ഞു, ബാക്കിയുള്ള ദിവസങ്ങൾ, അതുപോലെ തന്നെ മാർച്ച് മാസത്തെ 31 ദിവസം, ഇതിനുള്ളിൽ ഈ തുക എന്തായാലും ലഭിക്കും. അപ്പോൾ ഈ 2000 കാത്തിരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. എന്തെങ്കിലും വന്നിട്ടുണ്ട് എങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ